ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് പുതിയ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മളിതിനു മുമ്പ് പഠിച്ച പോലെ തന്നെ രണ്ടും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഡെഫിനീഷൻസും ട്രൂത്ത് ടാബിൾസും അതിൻ്റെ പ്രോബ്ലംസും ആണ് ഈ സെക്ഷനിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഡെഫിനീഷനിലേക്ക് കടക്കാം. ഇഫ് P and Q are any two statements, then the statement P implies Q, which is read as if P then Q, is called conditional statement. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിയും ക്യൂവും നമ്മുടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഈ പി ഇംപ്ലൈസ് ക്യൂ അല്ലെങ്കിൽ ഈ നൊട്ടേഷനിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, ഇഫ് പി ദെൻ ക്യൂ. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെഫിനിഷൻ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പി ഇംപ്ലൈസ് ക്യൂ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പി ആണ് നമ്മൾ എന്ത് പറയും, ആൻറ്റിസിഡൻറ്റ് എന്ന് പറയും. In P implies Q, the statement P is called antecedent. ഓക്കെ ആണല്ലോ. അതേപോലെ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ആ ടെയിലിൻ്റെ ഭാഗത്ത് വരുന്ന ഇവിടെ ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന ക്യൂവിനെ നമ്മൾ എന്ത് പറയും, കോൺസിക്വൻ്റ് എന്ന് പറയും. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കിയാൽ മതി, പി എന്ന് പറയുന്നത് ആൻറ്റിസിഡൻ്റ് ആണ്, ക്യൂ എന്ന് പറയുന്നത് കോൺസിക്വൻ്റ് ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഇതിനും എന്ത് പഠിക്കണം, ട്രൂത്ത് ടേബിൾ പഠിക്കണം. നോക്കുക, ഇത് നമ്മൾ അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും, എപ്പോഴും മാത്രമേ അത് ഫോൾസ് ആകുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓരോ കേസിലും നമ്മളിപ്പോൾ നോക്കുവേ, ട്രൂവും ഫോൾസും വരുമ്പോൾ മാത്രമേ ഫോൾസ് വരുള്ളൂ, നേരെ തിരിച്ച് ഫോൾസും ട്രൂവും വരുമ്പോൾ ട്രൂവാണ് വരുന്നത്. ആ ഐഡിയ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ക്യൂവും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റിനെ ഇംപ്ലൈ ചെയ്യും. അതാണ് ട്രൂ ഇംപ്ലൈസ് ട്രൂ അഗെയിൻ ട്രൂ ആയിരിക്കും. ഒരിക്കലും ശരി തെറ്റിനെ ഇംപ്ലൈ ചെയ്യില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇംപ്ലൈ ചെയ്യില്ല, അവിടെ മാത്രമേ ഫോൾസ് വരുള്ളൂ. നേരെ തിരിച്ച് ഫോൾസ് എപ്പോഴും ട്രൂവിനെ ഇംപ്ലൈ ചെയ്യാം. അതായത് തെറ്റ് എന്തിലേക്ക് വരാം, ശരിയാകാം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് ട്രൂ ആയിരിക്കും. പിന്നെ തെറ്റിനെ മാത്രമേ ഫോൾസ് ഇംപ്ലൈ ചെയ്യുള്ളൂ, അതും ട്രൂ ആയിരിക്കും. അപ്പോൾ എപ്പോഴും മാത്രമേ ഫോൾസ് ആകുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ട്രൂ ഫോൾസിനെ ഇംപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഫോൾസ് ആകുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ ടാബിൾ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം ഈ ടാബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറേ കൺസ്ട്രക്ട് ട്രൂത്ത് ടാബിൾ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രോബ്ലംസ് പറയുന്നില്ലേ, അതേപോലെ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ് പറയാനുണ്ട്. ഓക്കെ, ഇതാണെന്ത്, ട്രൂത്ത് ടാബിൾ ഫോർ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം അല്ലേ. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Express in English the statement P implies Q where P തന്നിട്ടുണ്ട്, ക്യൂവും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ വേണ്ടത്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, P implies Qയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി എഴുതണം. P implies Qയിലേക്ക്. P എന്താ പറഞ്ഞിരിക്കുന്നത്, ദ സൺ ഈസ് ഷൈനിങ് ടുഡേ. അതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 2+7 > 4. അങ്ങനെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് പി ദെൻ ക്യൂ. ഡയറക്റ്റ് എഴുതിയാൽ മതി. പി ഇംപ്ലൈസ് ക്യൂ ഈക്വൽ ടു ഇഫ് ദ റെയിൻ ഈസ് ഷൈനിങ് ടുഡേ ദെൻ 2+7 > 4. ഡയറക്റ്റ് അല്ലേ. എന്ത് ചെയ്താൽ മതി, ഇഫും ദെന്നും കൊടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റിയാൽ മതി. ഇഫ് കഴിഞ്ഞിട്ട് പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുക, ദെൻ കഴിഞ്ഞിട്ട് ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സൺ ഈസ് ഷൈനിങ് ടുഡേയും 2+7 > 4 എന്ന് പറയുന്നത് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. പക്ഷെ നമുക്കതൊന്നും ഇവിടെ കാര്യമില്ല. മാത്തമാറ്റിക്കൽ ലോജിക്ക് പ്രകാരം ഇത് എന്താണ്, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഐഡിയയും കൂടി എപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം അല്ലേ. പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം അല്ല, നമ്മൾ കുറച്ച് തിയറി പാർട്ടാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇഫ് പി ദെൻ ക്യൂ വി ക്യാൻ ഓൾസോ യൂസ്. അത് നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിയും ക്യൂവും തന്നിട്ട് നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എഴുതാൻ വേണ്ടി എന്താ യൂസ് ചെയ്തത്, ഇഫും ദെന്നും അല്ലേ യൂസ് ചെയ്തത്. അതേ സ്ഥാനത്ത് ഇഫും ദെന്നും യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പല തരത്തിൽ നമ്മൾ ഇഫ് പി ദെൻ ക്യൂവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയൊക്കെ പറയാം,
ക്യൂ ഈസ് നെസസറി ഫോർ പി എന്ന് പറയാം, ക്യൂ ഈസ് നെസസറി ഫോർ പി എന്ന് പറയാം, അല്ലെങ്കിൽ പി ഈസ് സഫിഷ്യൻറ്റ് ഫോർ ക്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എങ്ങനെ പറയാൻ പറ്റും? മൂന്നാമതായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നോക്കുക. ക്യൂ ഇഫ് പി എന്ന് പറയാൻ പറ്റും, പി ഓൺലി ഇഫ് ക്യൂ എന്ന് പറയാൻ പറ്റും, പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയാൻ പറ്റും. അതായത് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ സെൻറ്റൻസ് എന്താണ്, മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ ആകും. അതാണ് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് നോക്കുക. ഇൻ മാത്തമാറ്റിക്സ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഫ് പി ദെൻ ക്യൂ ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ ആർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക ഇഫ് പി ദെൻ ക്യൂവും പിന്നെ പി ഇംപ്ലൈസ് ക്യൂ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം അല്ലേ. ഒരു പ്രോബ്ലം നോക്കുക. റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ സിംബോളിക് ഫോം. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, സിംബോളിക് ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് ഐദർ ജെറി ടേക്സ് കാൽക്കുലസ് ഓർ കെൻ ടേക്സ് സോഷ്യോളജി ദെൻ ലാരി വിൽ ടേക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, എന്തൊക്കെ കാര്യങ്ങളാണ് അവരിൽ പറയുന്നതെന്ന് കിട്ടും. നമ്മൾ എന്ത് ഒഴിവാക്കുക, ആദ്യം കണക്റ്റീവ്സ് ഒക്കെ ഒഴിവാക്കി ഞാൻ സെൻറ്റൻസുകളിലേക്ക് ഫോം ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് നോക്കുക. ജെറി ടേക്സ് കാൽക്കുലസ്, അതെന്താണ്? ജെറി ടേക്ക് കാൽക്കുലസ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ്. കെൻ ടേക്ക് സോഷ്യോളജി എന്ന് പറയുന്നത് വേറൊരു സെൻറ്റൻസ് ആണ്. പിന്നെ ലാരി വിൽ ടേക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്. സോ ഞാൻ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് 3 സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ ഫോം ചെയ്തിരിക്കുന്നുണ്ട്. ആ 3 സ്റ്റേറ്റ്മെൻറ്റിനെ നിങ്ങൾ നോക്കുക. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്? JKL എന്ന് ഞാൻ കൊടുത്തതാണ് പേര്. നിങ്ങൾക്ക് ഏത് ലെറ്ററും വേണേൽ നമുക്ക് കൊടുക്കാം. ജെ എന്ന് പറയുന്നത് ജെറി ടേക്സ് കാൽക്കുലസ്, കെ എന്ന് പറയുന്നത് കെൻ ടേക്സ് സോഷ്യോളജി, എൽ എന്ന് പറയുന്നത് ലാരി ടേക്സ് ഇംഗ്ലീഷ്. ഈ 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് ആക്കി മാറ്റി തന്നിരിക്കുന്ന വലിയൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ കുഞ്ഞു 3 സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി എഴുതിയേ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഇത് നോക്കിയേ നിങ്ങൾ, ലാരി ടേക്സ് കാൽക്കുലസ് ഓർ കെൻ ടേക്ക് സോഷ്യോളജി. അപ്പോൾ ഈ 2 സെൻറ്റൻസ് കൂടി എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഓർ. അപ്പോൾ ഈ സെൻറ്റൻസിന് നമ്മൾ ജെ എന്ന് കൊടുത്തു, ഇതിന് നമ്മൾ കെ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം? ജെ ഓർ കെ എന്ന് മാറ്റാം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനാണ്. പിന്നെ ഇത് തുടങ്ങുന്നത് ഇഫിലാണ്, പിന്നെന്താ വരുന്നത്? ദെന്നാണ്. ഇഫും ദെന്നും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഇംപ്ലൈസ് കൊടുക്കാം അല്ലേ. നമുക്ക് ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിന്, ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ജെ ഓർ കെ ഇംപ്ലൈസ് എൽ. ഓക്കെ, ഇതാണ് നമ്മുടെ സിംബോളിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഫോം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ദ ക്രോപ്പ് വിൽ ബി ഡിസ്ട്രോയ്ഡ് ഇഫ് ദർ ഇസ് എ ഫ്ലഡ്. അത് നമുക്കറിയാമല്ലോ, ഒരു ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ക്രോപ്സ് ഒക്കെ എന്തായിപ്പോവും? ഡിസ്ട്രോയ്ഡ് ആയിപ്പോവും. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സിംബോളിക്കായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? 2 പേര് കൊടുത്തു, സിയും എഫും കൊടുത്തേ. സി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തു? ക്രോപ്പ് വിൽ ബി ഡിസ്ട്രോയിഡ്. അതിന് ഞാൻ എന്തായിട്ട് കൊടുത്തു? സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ദർ ഇസ് എ ഫ്ലഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ എഫ് ആയിട്ടും കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് മാറ്റി എഴുതുന്നേ. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ദ ക്രോപ്പ് വിൽ ബി ഡിസ്ട്രോയിഡ് ഇഫ് ദർ ഇസ് എ ഫ്ലഡ്. നേരെ തിരിച്ച് ഞാൻ മാറ്റി എഴുതുന്നേ. ഇഫ് ദർ ഇസ് എ ഫ്ലഡ് then the crop will be destroyed. മീനിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇഫ് ദർ ഇസ് എ ഫ്ലഡ് then the crop will be destroyed. ഞാൻ അങ്ങനെ മാറ്റി എഴുതി. അതാ പറഞ്ഞിരിക്കുന്നത്. We can rewrite the given sentence as if there is a flood then the crop will be destroyed. അപ്പോൾ ഇഫും തെന്നും വന്നു കഴിഞ്ഞാൽ there is a flood എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എഫ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതാം? എഫ് ഇംപ്ലൈസ് സി. ഇഫ് there is a flood then the crop will be destroyed. F implies C. ഇതായിരിക്കും ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്ത് ഇംപ്ലിക്കേഷൻ ഫോമായിട്ട് വരിക. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം നോക്കി വെച്ചിരിക്കുന്നത്? നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞല്ലേ, നമുക്കിനി എന്ത് വേണം? ഒരു ട്രൂത്ത് ടേബിൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ടേബിൾ വരക്കണോ? എന്തായാലും വേണ്ട, നമുക്കൊന്ന് ജസ്റ്റ് വരച്ചേക്കാം. പിയും ക്യൂവും പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ജസ്റ്റ് ഞാൻ സൈഡിലൊന്ന് വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും? രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ. എപ്പോഴും മാത്രമേ ഫോൾസ് ആകൂ എന്ന് ആദ്യം എഴുതി വെക്കുക. ട്രൂവും ഫോൾസും വരുമ്പോൾ ഫോൾസ് ആകുള്ളൂ. ബാക്കി എല്ലാ കേസിലും അതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും.
ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അതിന് ടാബിൾ വരച്ചു. പക്ഷെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണേ. നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ദ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ആണ്. അപ്പം നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് വേണ്ടത്. പി വേണം, ക്യൂ വേണം, പി ഇംപ്ലൈസ് ക്യൂ വേണം, ക്യൂ ഇംപ്ലൈസ് പി വേണം, പിന്നെ ലാസ്റ്റ് വൺ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. ഇത്രയും കാര്യങ്ങൾ വേണം അല്ലേ ടാബിളിൽ. നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അതിനെ ടാബിളായിട്ട് ഫോം ചെയ്യുവാണ്. ടാബിൾ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങളാണല്ലേ ടാബിൾ വേണ്ടത്. ഇത് നമ്മൾ ജസ്റ്റ് സൈഡിൽ വരച്ചതാണ്. അതും ഇതും തമ്മിൽ മിക്സ് ആക്കി പോകരുത്. ട്രൂ, 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 ഫോൾസ്, ഫോൾസ്, ട്രൂ ആൻഡ് ഫൈനലി ഫോൾസ്, ഫോൾസ്. ഇത്രയും ഓപ്ഷൻസ് ആണ് വരിക. നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനിനി എന്താ ചെയ്യാൻ പോകേണ്ടത്? എന്ത് വേണം? പി ഇംപ്ലൈസ് ക്യൂ എഴുതണം. പി ഇംപ്ലൈസ് ക്യൂ ഓൾറെഡി നമുക്കറിയാം. ടി എഫ് ടി ടി, ടി എഫ് ടി ടി. ഇനി ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു നോക്കണേ. ക്യൂ എന്താണ്? ട്രൂ ആണ്. ട്രൂ ഇംപ്ലൈസ് ട്രൂ എന്തായി? ട്രൂ ആയി. ഫോൾസ് ഇംപ്ലൈസ് ട്രൂ എന്തായി? ട്രൂ ആയി. ട്രൂ ഇംപ്ലൈസ് ഫോൾസ്. നേരെ തിരിച്ച് ട്രൂ ഒരിക്കലും ഫോൾസിനെ ഇംപ്ലൈ ചെയ്യില്ല. അവിടെ മാത്രമേ ഫോൾസ് വരുള്ളൂ. ബാക്കിയൊക്കെ എന്തായിരിക്കും? സോറി, ഇവിടെയും ട്രൂ ഇംപ്ലൈസ് ഫോൾസാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതും എന്താകും? ഫോൾസ് ആകും. കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്യണേ. ട്രൂ ഒരിക്കലും ഫോൾസിനെ ഇംപ്ലൈ ചെയ്യില്ല. അയ്യോ സോറി, ഇവിടെ എന്താണ്? ട്രൂ ഇംപ്ലൈസ് ഫോൾസ് ഇവിടെ ഫോൾസ് ആണല്ലേ. ക്യൂവും പിയും അല്ലേ. ഞാൻ ഇതാണ് നോക്കിയിരിക്കുന്നത്. ഫോൾസ് ഇംപ്ലൈസ് ഫോൾസ് എന്തായി? ട്രൂ ആയി. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ കറക്ഷനൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ എന്തൊക്കെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്യൂ ഇംപ്ലൈസ് പി എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പി ഇംപ്ലൈസ് ക്യൂവിൻ്റെയും ക്യൂ ഇംപ്ലൈസ് പിൻ്റെയും ആൻഡ് കണ്ടുപിടിക്കണം. നമ്മൾ രണ്ടിൻ്റെയും കൂടി ആൻഡ് കണ്ടുപിടിക്കാൻ പോവുകയാണെ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. എങ്ങനെ രണ്ടിൻ്റെയും കൂടി ആൻഡ് നമ്മൾ കണ്ടുപിടിക്കും? ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവുമായിരിക്കുമല്ലോ. ആൻഡ് ഓപ്പറേഷൻ നമുക്കറിയാം അല്ലേ. എപ്പോഴാണ് ആൻഡ് ട്രൂ ആകുന്നത്? രണ്ടും ട്രൂ ആകുന്ന കേസിൽ മാത്രമേ ആൻഡ് ട്രൂ ആകുള്ളൂ. അപ്പം നമുക്ക് നോക്കിയാൽ മതി. ട്രൂ വരുന്ന കേസിൽ എന്താകും? ട്രൂ ആകും. ബാക്കി എല്ലാ കേസിലും അത് ഫോൾസ് ആണ് വരിക. ആൻഡിൻ്റെ ഓപ്പറേഷൻ പ്രകാരം ഇവിടെയും ട്രൂ ആണ് വരുന്നത്. എഗെയിൻ അതെന്താവും? ട്രൂ ആവും. അപ്പം ഇതാണ് നമ്മുടെ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പിയുടെ ട്രൂത്ത് ടേബിൾ. ജസ്റ്റ് നിങ്ങൾ കറക്റ്റ് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ടേബിൾസ് മാത്രമേ പഠിക്കണ്ടൂ. അത് നിങ്ങൾ ആൻഡിൻ്റെ പഠിക്കുക, ഓറിൻ്റെ പഠിക്കുക, നെഗേഷൻ്റെ പഠിക്കുക, ഇപ്പം പറഞ്ഞ പോലെ എന്തിൻ്റെയും കൂടെ പഠിക്കുക, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് ടേബിളും കൂടി പഠിക്കുക. ആ ടേബിൾസ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ എന്തിലേക്ക് മാറ്റാൻ പറ്റും? ടേബിൾ ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്: ഇഫ് പി ആൻഡ് ക്യൂ ആർ എനി ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. അത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. അപ്പോൾ പിയും ക്യൂവും സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഇതിനെ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. പക്ഷെ നമ്മളത് വായിക്കേണ്ടത് എന്താണ്? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് വായിക്കുക. അല്ലെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫിൻ്റെ സിമ്പിൾ ഫോം നമുക്ക് അറിയാം അല്ലേ. IFF എന്ന് എഴുതിയാൽ എന്നാന്ന് വായിക്കുക? ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈ കണ്ടീഷണൽ എന്ന് പറയുന്നത്. കണ്ടീഷണൽ ആണെങ്കിൽ ഒരു ഭാഗത്തെ എയറോ ഉണ്ടാവുള്ളൂ. ബൈ കണ്ടീഷണൽ ആണെങ്കിൽ രണ്ട് ഭാഗത്തേക്കും എയറോ ഉണ്ടാകും. ഒന്ന് ഇംപ്ലൈസും ഒന്നെന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫും ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആണല്ലോ എന്താണ് ബൈ കണ്ടീഷണൽ എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മൾ എന്തിനും കൂടി ട്രൂത്ത് ടേബിൾ പഠിക്കണം? ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനും കൂടി നമ്മൾ ട്രൂത്ത് ടേബിൾ പഠിച്ചിരിക്കണം. സോ നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരിക്കലും ട്രൂ ഫോൾസിനെ ഇംപ്ലൈ ചെയ്യില്ല എന്ന്. അതേപോലെ തന്നെ വേറൊരു രീതിയിലാണ് നമ്മളുടെ ബൈ കണ്ടീഷണലിൻ്റെ നമ്മൾ പറയുന്നത്. കറക്റ്റ് ശ്രദ്ധിക്കുക. ട്രൂ ആയിരിക്കും. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. രണ്ടും ഒരേത് വരുവാണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ട്രൂ വരിക. ശ്രദ്ധിച്ചാൽ മതി. ട്രൂവും ട്രൂ ആയി, ഫോൾസും ട്രൂ ആയി. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് രണ്ടെണ്ണം വരുമ്പം അതെന്താകും? ഫോൾസ് ആകും. ഇപ്പം നിങ്ങൾക്ക് ഓരോ ടേബിൾ പഠിക്കാനും ഓരോരോ പുതിയ ഐഡിയാസ് ഉണ്ടല്ലേ. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ട്രൂവും ട്രൂ ആയി, ഫോൾസും ട്രൂ ആയി, അതിൻ്റെ ഇടയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതൊക്കെ എന്തായി? ഫോൾസായി മാറി. ഇതാണ് നമ്മളുടെ ബൈ കണ്ടീഷണലിൻ്റെ എന്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യാം? ഇതും കൂടെ പഠിച്ച സ്ഥിതിക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് പറയാൻ പറ്റും അല്ലേ.
അപ്പോൾ നിങ്ങൾ നമ്മുടെ എക്സാമ്പിൾ ഒന്ന് നോക്കുക. എന്താണ് എക്സാമ്പിൾ എന്നുള്ളത്? കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അപ്പോൾ നിങ്ങൾ കണ്ടോ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടേബിൾ വരയ്ക്കണമെങ്കിൽ പി വേണം, ക്യൂ വേണം, നെഗേഷൻ പി വേണം, നെഗേഷൻ ക്യൂ വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. ഒരു പി ആൻഡ് ക്യൂ ഉണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. പി ആൻഡ് ക്യൂ ഉണ്ട്, അതിൻ്റെ നെഗേഷൻ ഉണ്ട് അല്ലേ? പി ആൻഡ് ക്യൂവിൻ്റെ നെഗേഷൻ ഇല്ലേ? അപ്പം നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. ഫൈനലി വേറൊരു കാര്യം കൂടെ ഉണ്ട്, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ഉണ്ട്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ഉണ്ട്. ഫൈനൽ ലാസ്റ്റ് ഈ കിട്ടിയിരിക്കുന്ന രണ്ടിൻ്റെയും എന്തെടുക്കുക? ഇംപ്ലൈസ്. ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഒരു സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ തന്നെയാണ് ഈ സിമ്പിൾ. അവിടെ കൺഫ്യൂഷനൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് നമ്മൾ എങ്ങനെയും കൂടെ യൂസ് ചെയ്യും, ഇങ്ങനെയും കൂടെ യൂസ് ചെയ്യും. അതൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മുടെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും കാര്യങ്ങൾ, അത് ഫൈനൽ കോളത്തിൽ എന്ന് പറയുന്നത് തന്ന അതേ സ്റ്റേറ്റ്മെൻറ്റാണ് ഫൈനൽ കോളത്തിൽ വരിക. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ടേബിളാക്കി ഫോം ചെയ്യുവാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇത്രയും കേസ് കൊണ്ട് തന്നെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാവേ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രൂ ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ ആൻഡ് ഫൈനലി ഫോൾസ് ഫോൾസ്. ഇത്രയും കാര്യം നമുക്ക് ഓൾറെഡി എഴുതി വെക്കാൻ പറ്റിയല്ലേ? ഇനി നമ്മൾ നെഗേഷൻ പി ആണ് പറയാൻ പോകുന്നത്. നെഗേഷൻ പി നമുക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നെഗേഷൻ പിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പീൻ്റെ നേരെ എന്ത് എഴുതിയാൽ മതി? ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. അപ്പോൾ എന്താവും? ഫോൾസ് ഫോൾസ്, ട്രൂ ട്രൂ എന്ന് പറഞ്ഞിട്ട് മാറും. ഇനി നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഓപ്പോസിറ്റ്. ട്രൂ ആണെങ്കിൽ ഫോൾസ് എഴുതുക, ഫോൾസ് ആണെങ്കിൽ ട്രൂ എഴുതുക. ഓക്കെ, അതും എഴുതി കഴിഞ്ഞു. ഇനി പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ ഞാൻ കുറേ പ്രാവശ്യം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിൻ്റെയും ക്യൂവിൻ്റെയും പി ആൻഡ് ക്യൂ എടുക്കുമ്പം രണ്ടും ട്രൂ ആകുമ്പോൾ മാത്രമാണ് ട്രൂ ആകുക. ബാക്കി എല്ലാ കേസിലും പി ആൻഡ് ക്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇനി നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. പി ആൻഡ് ക്യൂ നിങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ? അതിൻ്റെ നെഗേഷൻ, അതായത് ഈ കോളത്തിൻ്റെ നെഗേഷനാണ് വേണ്ടത്. ട്രൂ ആണെങ്കിൽ ഫോൾസ് ആകും, ഫോൾസ് ഒക്കെ എന്താകും? ട്രൂ ആകും. ഓക്കെ, ഇനി അടുത്തത് നെഗേഷൻ പിൻ്റെയും നെഗേഷൻ ക്യൂവിൻ്റെയും ഓർ എടുക്കുക. നെഗേഷൻ പിൻ്റെയും നെഗേഷൻ ക്യൂവിൻ്റെയും ഓർ ഓപ്പറേഷനാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ ഏതെല്ലാം നമ്മളുടെ നെഗേഷൻ പിൻ്റെ കോളം ഇതാണ്, നെഗേഷൻ ക്യൂവിൻ്റെ കോളം ഇതാണ്. അതിൻ്റെ ഓർ എടുക്കുക. ഓർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നോക്കുക? ഓർ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ? ഫോൾസ് ഓർ ഫോൾസ് എന്താ വരിക? ഫോൾസ് ആണ് വരിക. ഫോൾസ് ഓർ ട്രൂ എന്ന് പറയുന്നത് ട്രൂ ആണ് വരിക. ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്നത് ട്രൂ ആ വരിക. ട്രൂ ആൻഡ് ട്രൂ ട്രൂ ഓർ ട്രൂ എന്താ വരിക? ട്രൂ. അതായത് ഓർ ഓപ്പറേഷനിൽ എപ്പോഴേ നമുക്ക് ഫോൾസ് വരുള്ളൂ. രണ്ടും ഫോൾസ് ആകുന്ന കേസിൽ മാത്രമേ ഓർ ഓപ്പറേഷൻ എന്താകുള്ളൂ? ഫോൾസ് ആകുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയേ. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂവിൻ്റെയും നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂവിൻ്റെയും ഏതാണ് നമ്മൾ എടുക്കുന്നത്? ഇംപ്ലിക്കേഷനാണ് എടുക്കുന്നത്. അതായത് ഇഫ് പി ദെൻ ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഞാൻ ഇഫ് പി ദെൻ ക്യൂവിൻ്റെ ടേബിൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഒരിക്കലും അതെന്തിനെ ഇംപ്ലൈ ചെയ്യില്ല? ട്രൂ ഫോൾസിനെ ഇംപ്ലൈ ചെയ്യില്ല എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ അവിടെയുള്ളൂ. ട്രൂ നെവർ ഇംപ്ലൈ ഫോൾസ്. അപ്പം നമുക്ക് ഈ രണ്ട് കോളത്തിൽ ട്രൂവും ഫോൾസും വരുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഫോൾസ് ഇംപ്ലൈസ് ഫോൾസ് എന്താണ്? ട്രൂ ആണ്. ട്രൂ ഇംപ്ലൈസ് ട്രൂ, ട്രൂ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, എല്ലാം വാല്യൂം ട്രൂ ആ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ടിയും ഇവിടെ ഒരു എഫ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഫോൾസ് ആകുള്ളൂ. ഇവിടെ നോക്കിയാൽ അങ്ങനെ ഒരു കേസ് വരുന്നേ ഇല്ല, ടി എഫ് കേസ് വരുന്നേ ഇല്ല. സോ അതെന്തായിരിക്കും? മൊത്തം ട്രൂ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂവും നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂവിൻ്റെയും ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൊത്തം ട്രൂത്ത് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ട്രൂ മാത്രമായിരിക്കും. ഇതാണ് നമ്മുടെ ബൈ കണ്ടീഷണലിൻ്റെ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ഡെഫിനീഷനാണ്. ഡെഫിനീഷൻ ഏതാണെന്ന് വെച്ചാൽ വെൽ ഫോംഡ് ഫോർമുലാസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെൽ ഫോംഡ് ഫോർമുലാസ്. അപ്പം നമുക്കിതിന് ഒരു കാര്യം പറയുവാണെങ്കിൽ വെൽ ഫോംഡ് ഫോർമുലാസ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. WFF ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? വെൽ ഫോംഡ് ഫോർമുലാസ് തന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കിനി അതിൻ്റെ ഡെഫിനീഷനിലേക്ക് കടക്കാം. കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. A statement formula is an expression which is a string consisting of variables, capital letters,
with or without subscripts, parenthesis and connective symbols. നമ്മൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ ആൻഡും ഓറും നെഗേഷനൊക്കെ വെച്ചിട്ടുള്ള ഫോർമുലാസിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമുലാസ് എന്ന് പറയുന്നത്. ആ കാര്യം തന്നെയാണ് ജസ്റ്റ് അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊരു ഡെഫിനീഷനായി പറഞ്ഞു. ബാക്കി ശ്രദ്ധിക്കുക. നോട്ട് എവറി സ്ട്രിങ് ഓഫ് സിമ്പിൾസ് ഈസ് എ ഫോർമുല. അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ വെറുതെ കുറേ ആൻഡും ഓറൊക്കെ കണക്ട് ചെയ്ത് എയും ബിയും ഒക്കെ കണക്ട് ചെയ്ത് എഴുതിയത് കൊണ്ട് എല്ലാ സ്ട്രിങ്ങും എന്താകില്ല, ഫോർമുലയായി മാറില്ല എന്നാണ് പറയുന്നത്. We shall now give a recursive definition of a statement formula, often called a well-formed formula. എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമുലാസ്ന്ന് ഒരു വെൽ ഫോംഡ് ഫോർമുലാസ് നമുക്ക് പറയാൻ പറ്റുമെന്നാണ്. അല്ലെങ്കിൽ ഒരു ഫോർമുല നമുക്ക് തന്നു കഴിഞ്ഞാൽ അതെപ്പോഴാണ് വെൽ ഫോംഡ് ഫോർമുല ആവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. A well-formed formula can be generated by the following rules. ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഈ 4 റൂൾസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു WFF ഫോം ചെയ്യുക. ദാറ്റ് മീൻസ് എ വെൽ ഫോംഡ് ഫോർമുല നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾ സ്റ്റാൻഡിങ് എലോൺ ഇസ് എ വെൽ ഫോംഡ് ഫോർമുല. അതിന് മീനിങ് എന്താ? എ സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾ എമംഗ് സ്റ്റാൻഡിങ് എലോൺ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിങ്ങനെ ഒറ്റക്ക് നിന്നു. പി എന്ന് പറഞ്ഞത് എന്താണ്? അതൊരു വെൽ ഡിഫൈൻഡ് ആണ്. ഇപ്പോൾ വെറുതെ ക്യൂ മാത്രം നിൽക്കുവാണെങ്കിൽ ക്യൂ ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുലയാണ്. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റക്ക് നിൽക്കുവാണെങ്കിൽ നമുക്കതിന് എന്താണെന്ന് പറയാം? അതൊരു വെൽ ഡിഫൈൻഡ് ഫോർമുലയാണെന്ന് പറയാം. അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നമുക്കിനി സെക്കൻഡ് വൺ നോക്കാം. If A is a well-defined formula, negation A is a well-defined formula. അതായത് A well-defined ആണെങ്കിൽ നെഗേഷൻ എയും എന്തായിരിക്കും? വെൽ ഡിഫൈൻഡ് ആയിരിക്കും. അതായത് ഏതിൻ്റെയാണോ നെഗേഷൻ എടുക്കുന്നത് അതും വെൽ ഡിഫൈൻഡ് ആയിരിക്കും. വെൽ ഡിഫൈൻഡ് എന്നല്ല, നമ്മൾ ശരിക്കും പറയുവാണെങ്കിൽ വെൽ ഫോംഡ് എന്ന് പറയാം. എ വെൽ ഫോംഡ് ആണെങ്കിൽ നെഗേഷൻ എയും എന്തായിരിക്കും? വെൽ ഫോംഡ് ആയിരിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി തേർഡ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാമല്ലോ. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ വെൽ ഫോംഡ് ഫോർമുലാസ് ദെൻ, കറക്റ്റ് ശ്രദ്ധിക്കണേ, എയും ബിയും വെൽ ഫോംഡ് ആണെങ്കിൽ എ ആൻഡ് ബി, എ ഓർ ബി, എ ഇംപ്ലൈസ് ബി, എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ആർ വെൽ ഫോംഡ് ഫോർമുലാസ്. മനസ്സിലായിട്ടുണ്ടല്ലോ? എയും ബിയും വെൽ ഫോംഡ് ആണെങ്കിൽ ഈ 4 എന്തായിട്ട് വരും? വെൽ ഫോംഡ് ഫോർമുലാസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് പറയാൻ പോകുന്നത്. എ സ്ട്രിങ് ഓഫ് സിമ്പിൾസ് കണ്ടെയ്നിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് വേരിയബിൾസ് connectives and parenthesis is a WFF, well formed formula. If and only if it can be obtained finitely many applications of the rule 1, 2 and 3. അതായത് ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, എന്റെ സ്ഥാനത്ത് നെഗേഷൻ എയും ബിൻ്റെ സ്ഥാനത്ത് നെഗേഷൻ ബിയും ആണെങ്കിൽ അത് എഗെയിൻ എന്തായി? വെൽ ഫോംഡ് ആയി. അതായത് ഒന്നിൻ്റെ കേസ് കൊണ്ട് വേറെ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതെന്തായിരിക്കും? വെൽ ഫോംഡ് ഫോർമുലാസ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു എന്ത് ചെയ്യുക, ഒരു ഡൗട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് വെൽ ഡിഫൈൻഡ് ഫോർമുല ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ തോന്നാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ താഴെ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് വെൽ ഡിഫൈൻഡ് ഫോർമുലാസ് എന്നുള്ള കാര്യമാണ് നമ്മൾ തൊട്ട് താഴെ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ ദ ഫോളോയിങ് ആർ വെൽ ഡിഫൈൻഡ് ഫോർമുല. താഴെ പറയുന്നവയൊക്കെ എന്താണ്? വെൽ ഡിഫൈൻഡ് ഫോർമുലാസ് ആണ്. ശ്രദ്ധിക്കുക. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, അതായത് പി ആൻഡ് ക്യൂവിൻ്റെ ഫുൾ നെഗേഷൻ എടുക്കണേ. നെഗേഷൻ ഒന്നിന് മാത്രമല്ല, നെഗേഷൻ പി ആൻഡ് ക്യൂ കണ്ടു കഴിഞ്ഞിട്ട് അതിന് ഹോൾ നെഗേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് ആണ്. പിന്നെ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ കണ്ടിട്ട് അതിന് നെഗേഷൻ എടുത്തു കഴിഞ്ഞാൽ അതും വെൽ ഡിഫൈൻഡ് ആണ്. പിന്നെ പി ഇംപ്ലൈസ് പി ഓർ ക്യൂ. ഓക്കെ, പി ഇംപ്ലൈസ് പി ഓർ ക്യൂ വെൽ ഡിഫൈൻഡ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഓർ ക്യൂവിനെ മൊത്തത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും ആയിട്ട് വിളിക്കുക. സപ്പോസ് പി ഓർ ക്യൂ എന്നുള്ളത് നമ്മളൊരു സെഡ് തരം കൊടുത്താൽ അത് എങ്ങനെയായി? പി ഇംപ്ലൈസ് സെഡ് എന്നായില്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ഇംപ്ലൈസ് ബി എന്താണ്? വെൽ ഫോംഡ് ആണ്. അതായത് ഇപ്പോൾ പി ഇംപ്ലൈസ് പി ഓർ ക്യൂ എന്നുള്ളത് സപ്പോസ് പി ഇംപ്ലൈസ് സെഡ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതെന്തായി? വെൽ ഫോംഡ് ആയി. മനസ്സിലായല്ലോ? അപ്പോൾ നെക്സ്റ്റ് വൺ ആണ് വെൽ ഫോംഡിന് എക്സാമ്പിൾ ആണ് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ. ഈ പറഞ്ഞ പോലെ തന്നെ ക്യൂ ഇംപ്ലൈസ് ആറിനെ ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി, ഒരൊറ്റ ഒന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ എന്താണ്? വെൽ ഫോംഡ് ആണ്. ഈ ബ്രാക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ കൺസെപ്റ്റേ മാറിപ്പോകും.
ലാസ്റ്റ് ഫൈനൽ വൺ എന്ന് പറയുന്നത് നോക്കുക, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ. അതായത് ഏതോ രണ്ടെണ്ണത്തിൻ്റെ ആൻഡ് എടുക്കുന്ന ഫോമിലേക്കായി. ഏത് രണ്ട് ഫംഗ്ഷൻ്റെ ആൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോമിലല്ലേ വരുക, എ ആൻഡ് ബി ഫോമിലല്ലേ വരുക. അപ്പോൾ ഇതെന്തായി, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ എന്തായി, ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുലയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഇംപ്ലൈസ് ആർ. കുഴപ്പമില്ല, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്, നമുക്ക് ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുലയാണ്. ഏതോ ഒരു ഫുൾ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷൻ്റെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എടുത്തു കഴിഞ്ഞാൽ അതെന്താവും, ഒരു വെൽ ഡിഫൈൻഡ് ഫോർമുല അല്ലെങ്കിൽ വെൽ ഫോംഡ് ഫോർമുലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഒരു വെൽ ഫോംഡ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫോർമുല കണ്ടു കഴിഞ്ഞാൽ അത് വെൽ ഫോംഡ് ഫോർമുലയാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. പക്ഷേ നമുക്ക് കറക്റ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഒക്കെ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വെൽ ഫോംഡ് ആയിട്ടുള്ള ഫോർമുല മാത്രമേ നമുക്ക് തരൂ. അല്ലാത്തൊരു ഫോർമുല തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തരുന്ന ഒരുവിധം എല്ലാ ഫോർമുലസും എന്തായിരിക്കും, വെൽ ഫോംഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ ഫോളോയിങ് ആർ നോട്ട് വെൽ ഫോംഡ് ഫോർമുലാസ്. താഴെ പറയുന്നവയൊന്നും എന്തല്ല, വെൽ ഫോംഡ് ഫോർമുലാസ് അല്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുള്ളവയാണ് ഫോർമുലാസ് അല്ലാതെ ആകുക എന്നുള്ളത്. ശ്രദ്ധിക്കുക, നെഗേഷൻ പി ആൻഡ് ക്യൂ ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ്. നോക്കണേ, നെഗേഷൻ പി ആൻഡ് ക്യൂ, ശ്രദ്ധിക്കുക, നെഗേഷൻ പി ആൻഡ് ക്യൂ എന്തല്ല, വെൽ ഡിഫൈൻഡ് അല്ല. എങ്ങനെയാണ് അത് വെൽ ഡിഫൈൻഡ് ആകുക, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, അതിൻ്റെ മുഴുവൻ നെഗേഷൻ എടുക്കുമ്പോഴാണ് അത് വെൽ ഡിഫൈൻഡ് ആകുക. അല്ലാതെ പിൻ്റെ നെഗേഷൻ എടുത്തിട്ട് അത് ക്യൂവിനോട് ആൻഡ് ചെയ്തത് കൊണ്ട് അത് എന്താവില്ല, വെൽ ഡിഫൈൻഡ് ആകില്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ, വെൽ ഡിഫൈൻഡ് അല്ലാത്തതിൻ്റെ. ഇനി നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ ആണ് എന്ത്, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. കണ്ടോ നിങ്ങൾ, സോറി, പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ആണ്, നെഗേഷൻ അല്ല, ആൻഡ് ക്യൂ ആണ്. ശ്രദ്ധിക്കണം, ഇതെന്തുകൊണ്ടാണ് ഒരു വെൽ ഫോംഡ് ഫോർമുല ആവാത്തതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ലേ. പി ഇംപ്ലൈസ് ക്യൂ വെൽ ഫോംഡ് ആണ്, പക്ഷേ ആൻഡ് ക്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെൽ ഫോംഡ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞോ, ഈ വെറും ക്യൂ എഴുതി അത് വെൽ ഫോംഡ് ആണ്. സപ്പോസ് ഒരു ക്യൂ ആൻഡ് പി എന്ന് പറഞ്ഞ് എഴുതിയാലും അത് വെൽ ഫോംഡ് ആണ്. പക്ഷേ ആൻഡ് ക്യൂ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരിക്കലും വെൽ ഫോംഡ് അല്ല. സോ നമുക്കത് എന്തുകൊണ്ട് എന്ത് പറയാം, ഈ മൊത്തം തന്നിരിക്കുന്ന ഫോർമുല ഈസ് നോട്ട് വെൽ ഫോംഡ് എന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെൽ ഫോംഡ് ഫോർമുലാസിൽ പറയാനുള്ളത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെയാണ് വെൽ ഫോംഡ് ഫോർമുലാസ് എന്ന് നോക്കുക, ഏതൊക്കെയാണ് വെൽ ഫോംഡ് ഫോർമുലാസ് അല്ലാത്തത് എന്ന് നോക്കുക, പിന്നെ അതിൻ്റെ കുറച്ച് ഡെഫിനീഷൻസ്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമുക്ക് വെൽ ഫോംഡ് ഫോർമുലാസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്.